നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 4-ാം തീയതി 1200-ാം ആണ്ട് ധനുമാസം 20-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം ശനിയാഴ്ച, ആഴ്ച അത്ര കണ്ട് നന്നല്ല. ശരിക്ക് ശനീശ്വരനെ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവരും ശനിയെ ഭയക്കുന്നുണ്ടെങ്കിൽ പോലും ശനി എപ്പോഴും ഒരു ജഡ്ജി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രഹമാണ്. നമ്മൾ ഓരോ കർമ്മഫലത്തെയും ഇല്ലാതാക്കുന്നവനാണ് ശനി. അതുകൊണ്ടാണ് കണ്ടകശനി രൂപത്തിലോ ഏഴരശനി രൂപത്തിലോ ശനിദശാരൂപത്തിലോ ശനി വരുമ്പോൾ നമ്മൾ അതുവരെ ചെയ്ത പാവഫലങ്ങളെ മൊത്തം അവൻ ഇല്ലാതാക്കും. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കഷ്ടഫലങ്ങൾ വരുന്നതിന് കാരണം. നമ്മൾ പാവഫലങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ശനിയെ ഭയക്കേണ്ട ആവശ്യമില്ല. ശനി ആരെയും ഒന്നും ചെയ്യത്തില്ല. നമ്മളൊരു കുറ്റം ചെയ്തില്ലെങ്കിൽ നമ്മൾ ആരെയും മുമ്പ് ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ശനി അത്ര കണ്ട് ഞാൻ പറഞ്ഞു ശുഭഗ്രഹമല്ല. നമ്മളെ പ്രവൃത്തിയെ ചിലപ്പോൾ ഈ ഒരാഴ്ച ചെയ്ത ഭാവഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ശനിയാഴ്ച ദിവസം നമ്മളെ ഇല്ലാതാക്കും. അതുകൊണ്ടാണ് ശനിയാഴ്ച കൂടുതലായിട്ട് ദൈവഭക്തിയോട് കൂടി പോകുന്നവരെ ശനി ഒന്നും ചെയ്യത്തില്ല. അതുപോലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്ന ബർത്ത്ഡേ വന്നിട്ടുള്ളവരെ, ധനുമാസത്തിലെ ചതയ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് സൂക്ഷിക്കണം. ഒരു വർഷത്തെ ഫലത്തെയാണല്ലോ നമുക്ക് ചിന്തിക്കേണ്ടത്. ഒരു ദിവസത്തെ ഫലത്തിന് ഒരു ലിമിറ്റുണ്ട്. വാർഷിക ഫലത്തിന് അങ്ങനെയല്ല. ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. പലതരത്തിലുള്ള അസ്വസ്ഥത. ശനി എപ്പോഴും മന്ദൻ എന്നാണ് ശനിയെ വിശേഷിപ്പിക്കുന്നത്. മന്ദൻ എന്ന് പറയുമ്പോൾ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. അപ്പോൾ ശരിക്ക് ഗട്ടർ റോഡാണ്, പതുക്കെ പോവുള്ളൂ. പതുക്കെ പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കത്തില്ല. എല്ലാത്തിനും തടസ്സം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പല രീതിയിൽ തളരും. മാനസിക അസ്വസ്ഥത ഉണ്ടാക്കും, ശാരീരിക ബുദ്ധിമുട്ട് വരുത്തും. ഇതൊക്കെ വരുത്തുന്ന അപ്പോൾ സാമ്പത്തികമായിട്ട് ഞെരുങ്ങും ഒക്കെ വരുന്ന ഒരു വർഷമാണ് നിങ്ങളുടേത്. അപ്പോൾ നമുക്കതിന് അതിജീവിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് ഈ ശനിയുടെ ദോഷം എനിക്ക് വേണ്ട എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ആ ശനിയുടെ ദോഷം വരില്ല. അതിനു വേണ്ടി നിങ്ങൾ ശനിയുടെ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം. അതുപോലെ നമ്മൾ ലോകത്ത് എവിടെ നിന്നാലും സൂര്യ ഭഗവാനെ പ്രാർത്ഥിക്കണം. സൂര്യൻ എന്ന് പറയുമ്പോൾ നക്ഷത്രദേവനാണ്. പ്രപഞ്ചത്തിൻ്റെ ശരിക്ക് പിതാവെന്ന് പറയാം. പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ശരിക്കും സർവ്വചരാചരങ്ങൾ നിലനിൽക്കുന്നത് സൂര്യനെ കൊണ്ടാണ്. ആ സൂര്യനെ തന്നെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് തൊഴണം. അത് നിങ്ങൾക്ക് ഇഷ്ടദേവനായിട്ട് സങ്കല്പം ചെയ്ത് തൊഴുതോണ്ട് അത് സൂര്യന് ദേവൻ്റെ പരിവേഷമൊന്നും കൊടുക്കേണ്ട. നമ്മൾക്ക് ഇഷ്ടദേവനായിട്ട് സങ്കല്പം ചെയ്ത് സൂര്യഭഗവാനെ തൊഴുക. എല്ലാ ദിവസവും ഒരു വർഷക്കാലവും സൂര്യഭഗവാനെ തൊഴുക. ശനീശ്വര യന്ത്രം, ശനീശ്വരൻ എന്ന് പറയുമ്പോൾ ധർമ്മശാസ്താവ്. അപ്പോൾ നമ്മളെ കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്യും എന്ന് കണ്ടതുകൊണ്ട് ധനത്തിന് ബ്ലോക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ശനീശ്വര യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടിക്കൊള്ളുക. ഒരു ശനി കവചമായിട്ട് കെട്ടിക്കൊള്ളുക. ഇത്രയും ചെയ്ത് പോകുമ്പോൾ ഈ ശനിയുടെ ദോഷം നമുക്ക് എഫക്റ്റ് ചെയ്യാതെ പോകും. അതുപോലെ ഇന്നും നമുക്ക് ഓരോ കാര്യത്തിന് പോകുമ്പോൾ രാവിലെയാണ് രാഹു കാല സമയം വരുന്നത്. 9 തൊട്ട് 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 9:38 തൊട്ടേ തുടങ്ങുകയുള്ളൂ. 11:08 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം നമുക്ക് യാത്രാദി കാര്യങ്ങൾക്ക് എടുക്കരുത്. ഒന്നാമത് ശനി മന്ദഗതിയിലേ പോവുള്ളൂ. അതിൽ കൂടി ആ രാഹുകാല സമയത്തും കൂടി യാത്ര തിരിക്കുകയാണെങ്കിൽ നമ്മളെ പല രീതിയിൽ വഴിയിലിട്ട് കഷ്ടപ്പെടുത്തും.
അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു കാര്യത്തിനും എടുക്കരുത്. ഗുളികകാല സമയം 6:46 തൊട്ട് 8:12 വരെയും യമകണ്ഠകാല സമയം 1:55 തൊട്ട് 3:21 വരെയും ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ അഭിജിത്ത് മുഹൂർത്തം തന്നെ എടുക്കുക. 12:05 തൊട്ട് ശരിക്ക് 12:53 വരെ 48 നേരം അഭിജിത്ത് മുഹൂർത്ത സമയമാണ്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ശരിക്ക് കറുത്ത കളറോ നീല കളറിലോ ഉള്ള വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. ശരിക്ക് ശനിയുടെ നെഗറ്റീവ് ദോഷം മാറി പോസിറ്റീവ് നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കറുപ്പോ നീലയോ കലർന്ന വസ്ത്രമോ അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കറുപ്പ് കളറോ നീല കളറിലുള്ള വസ്ത്രം ധരിക്കുന്നതും നമുക്ക് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശനീശ്വരൻ്റെ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.